audience. വാ ചപ്പാത്തി പ്ലേറ്റെങ്കിലും ഒരെണ്ണം എടുക്കലൊന്നും എടുക്കാട്ടോ. സഹായത്തിന്റെ മോനെ കഴിഞ്ഞ ദിവസം ക്ലാസ്സിലിരുന്നിട്ട് സാറ് പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോ ഫോൺ എടുത്ത് പോയിക്കൊണ്ട് സാറ് ഫോൺ പിടിച്ചങ്ങ് വെച്ചു. എന്നിട്ട് പറഞ്ഞ് നാളെ നീ വീട്ടിൽ നാളെ വിളിച്ചോണ്ട് എടുത്താന്ന് പറഞ്ഞു. ഫോണുമായിട്ട് സ്കൂളിൽ പോയത് എന്നിട്ട് സംഭവം എന്ന് അറിയാമോ, പിറ്റേ ദിവസം രാവിലെ എവൻ നോക്കപ്പോ കാണാം ഈ ഫോൺ എടുത്ത് സാറ് വന്നില്ല. യവൻ പോയ ടീച്ചേഴ്സ് റൂമിൽ കയറി ആ ഫോൺ എടുത്തു. അപാര ധൈര്യമാണല്ലോ. അച്ഛൻ പോലീസുകാരനല്ലേ എന്നുള്ള ധൈര്യമായിരിക്കും. പക്ഷെ പോലീസുകാരൻ്റെ അവിടെ ചെല്ലേണ്ടി വന്നു. ചെന്നിട്ട് സോറിയൊക്കെ പറഞ്ഞ് കൊടുത്തു വിട്ടു. ഇപ്പോഴത്തെ പിള്ളേരുടെ ഒക്കെ ഒരു കാര്യമല്ലേ എന്റെ പൊന്നോ. നമുക്കൊക്കെ പെൺകൊച്ചുങ്ങളായത് ഭാഗ്യം. പെൺകൊച്ചുങ്ങളുടെ കാര്യം പറഞ്ഞപ്പോഴാ ഏട്ടനെ എന്റെ കൂടെ പഠിച്ച ഒരു രേഷ്മേനെ ഓർമ്മയുണ്ട? മറ്റേ അവിടുത്തെ സുഗതൻ ചേട്ടന്റെ മോള്. അവളുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് എന്റെ കൂടെ പഠിച്ചത്. എന്റെ മുന്നേ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവളൊരു മിണ്ടാപ്പൂച്ചയല്ലായിരുന്നു. കിറുക്കിട്ട് കുത്തിയാ മിണ്ടത്തില്ലായിരുന്നു. അവളിപ്പോഴില്ലേ ചേട്ടാ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ റാണി. എന്റെ മുന്നേ എന്തോരം ഫോളോവേഴ്സാ. ഇത് പിന്നെ ഇൻഫ്ലുവൻസർ ആണ് അവളിപ്പം. എന്നിട്ട് ഏതാണ്ടൊക്കെ ഇതൊക്കെ ചെയ്യും, ഏതാണ്ടൊക്കെ വീഡിയോകളൊക്കെ ചെയ്യും. എന്നിട്ട് പിന്നെ പരസ്യമോ അങ്ങനെയൊക്കെ കിട്ടും. നല്ല പൈസ ഞാൻ എന്നിട്ട് ഫോളോവേഴ്സ് എടുത്ത് നോക്കിയപ്പോ നല്ല ഫോളോവേഴ്സ് ഒക്കെ ഉണ്ട്. പക്ഷെ ഈ സോഷ്യൽ മീഡിയ ഒക്കെ വന്നപ്പോ കൊറേ പിള്ളേർ അങ്ങനെ രക്ഷപ്പെട്ടല്ലേ. കൊറോണ കാലം സത്യം പറഞ്ഞാൽ ഈ ഇത്തരം യൂട്യൂബ് ചാനലുകളും ഇൻസ്റ്റാഗ്രാമൊക്കെ രക്ഷപ്പെട്ട സമയം അതാണ്. വീഡിയോയിലൊക്കെ പറയുന്നുണ്ട് ഞാനാണ് എല്ലാം ചെയ്യുന്നത്, ഞാൻ അങ്ങനെ ചെയ്യും, ഞാൻ വീഡിയോ ചെയ്യും, ഞാൻ പിള്ളേർ നോക്കും, അങ്ങനെ നോക്കിയിട്ട് അതിന്റെ ഗ്യാപ്പിലാണ് ഞാൻ സമയം കണ്ടെത്തി എല്ലാം ചെയ്യുന്നതെന്നൊക്കെ പറയണത്. പക്ഷെ ഞാനിത് അറിഞ്ഞിട്ട് ഞാൻ വിളിച്ച് നീ ഭയങ്കര ആക്റ്റീവ് ആണല്ലോ അതാണ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ വിളിച്ചു വെച്ചാൽ പറയണ എല്ലാം ഭർത്താവ് ചെയ്തു കൊടുക്കുന്നു. ഇവക്ക് നല്ല സമയം കിട്ടുന്നുണ്ട് ചെയ്യാനായിട്ട്. എന്ന് ജോലി ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷെ കൊച്ചിനെ നോക്കുന്നതും വീട്ടുകാരെയും നോക്കുന്നതും എല്ലാം പുള്ളിയാണ്. പുള്ളി ഭയങ്കര സപ്പോർട്ടാന്ന്. പണ്ടത്തെ കാലത്തൊക്കെ എന്താ പറയില്ലേ ആളുകള്, ഒരു എന്നാ ആണിന്റെ വിജയത്തിന് പിന്നിൽ പെണ്ണാണെന്ന്. ഇത് ഇവളുടെ വിജയത്തിന്റെ പിന്നിൽ അയാളാ. എന്ത് പറയാ, നല്ല ആണുങ്ങളായ അങ്ങനെയാണ്. എന്ത് സമയം? ഇവിടെ ഏട്ടന് എന്തോരം സമയമുണ്ട്. ഏട്ടൻ വല്ലതും ചെയ്യുന്നുണ്ടോ? എനിക്ക് എന്തോരം ആഗ്രഹം ഉണ്ടെന്നറിയോ ഇങ്ങനെയൊക്കെ വീഡിയോ ഒക്കെ ചെയ്യണമെന്ന്. ഞാനാണെങ്കിൽ ഒരു ഡാൻസാ അല്ലെങ്കിൽ പിള്ളേരെ ഡാൻസ് പഠിപ്പിക്കുന്നതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എന്തോരം ഫോളോവേഴ്സ് കയറും. ഇതൊക്കെ എനിക്ക് എവിടെയാ ഇടണമെന്ന് പറഞ്ഞാൽ എനിക്ക് എവിടെയാ സമയമുള്ളത്? എന്ത് ഇപ്പൊ ഒരു പ്ലേറ്റ് പോലും ഏട്ടൻ എടുത്തു വെച്ചില്ലല്ലോ. ഏട്ടൻ വന്ന് കൈയും കഴുകി കഴിക്കാനായിട്ട് അവിടെ വന്നിരിക്കും. ഒരു പ്ലേറ്റ് പോലും ഏട്ടൻ എടുക്കൂല. ഇത് ഏട്ടനാണെങ്കിൽ ഏട്ടനും ജോലിക്ക് പോകുന്നുണ്ട്, ഞാനും ജോലിക്ക് പോകുന്നുണ്ട്. ഏട്ടൻ അങ്ങ് രാവിലെ ഏട്ടൻ്റെ കാര്യങ്ങൾ നിർത്തിട്ട് ഏട്ടൻ അങ്ങ് പോകും. ഞാനാണെങ്കിൽ ഇവിടെ പിള്ളേരുടെ കാര്യം നോക്കണം, അമ്മയുടെ കാര്യം നോക്കണം, അവരെ സ്കൂളിൽ വിടണം, അവർക്ക് ഭക്ഷണം ഉണ്ടാക്കണം, അവരെ കുളിപ്പിച്ചവർക്ക് സ്കൂളിൽ ആക്കണം. എല്ലാം കഴിഞ്ഞിട്ട് എനിക്ക് എവിടെ നേരം. പിന്നെ ഡാൻസ് ക്ലാസ്സും കഴിഞ്ഞ് തളർന്നൊടിഞ്ഞ് വരും. എന്റെ കാര്യം നോക്കുന്നതാണോ ഇപ്പൊ കുഴപ്പമായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ. ഒന്നുമില്ല, അത് അവളുടെ കാര്യം ഇങ്ങനെ അറിഞ്ഞപ്പോൾ ഒരു ഇതായി പോയി. ഉണ്ട് പിന്നെ അവളിപ്പോ സ്കൂളിലൊക്കെ പഠിച്ചപ്പോ ഞാനായിരുന്നു താരം. ഞാൻ എവിടെ നിക്കണം, അവളെവിടെ നിക്കണം. ഭാഗ്യമൊന്നും അല്ലെന്ന് കൂടെ ഉള്ള ആളുകളുടെ ഇതുപോലെ ഇരിക്കും. അതാ ഞാൻ പറഞ്ഞ നല്ല ആണുങ്ങൾ വേണം. നല്ല ആണുങ്ങളായ അങ്ങനെ. എനിക്കിപ്പോ എന്താ കുഴപ്പം? ഇതിന് കുഴപ്പമുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. കുഴപ്പം നല്ല ആണുങ്ങൾ എന്ന് പറയുമ്പോ എന്താണ് ഉദ്ദേശിക്കുന്നത്? അപ്പൊ നീ പറഞ്ഞാൽ എനിക്ക് വേണ്ട അല്ലേ? നീ പറഞ്ഞ എന്താണ്? ഈ വീട്ടു ജോലി ചെയ്ത് വീട്ടുകാര്യങ്ങളൊക്കെ ചെയ്ത് നിൽക്കുന്നതാണ് നല്ല ആണുങ്ങൾ. അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ. സഹായിക്കുമെന്നേ പറഞ്ഞുള്ളൂ. ഞാൻ എന്നെ കൊണ്ട് പറ്റും പോലൊക്കെ സഹായിക്കുന്നില്ലേ? അയാളും ജോലിക്ക് പോകണ്ടല്ലോ, അയാളും അവളെ സഹായിക്കുന്നൊക്കെ. അയാളുടെ ജോലി എന്റെ ജോലി തമ്മിൽ വ്യത്യാസം കാണൂലേ? അതെന്ത് വ്യത്യാസം? എനിക്ക് എന്റെ ജോലിയാണ് രാവിലെ സ്റ്റേഷനിൽ പോണു, അയാൾ എവിടെയെങ്കിലും ഓഫീസിലായിരിക്കും. രാവിലെ വൈകിട്ട് വരുന്ന അവരും വൈകിട്ട് അല്ല വൈകിട്ട് വീണ്ടും വിളിച്ച് എനിക്ക് വീണ്ടും പോയിട്ട് വരില്ലേ?
അതിപ്പോ അയാൾക്ക് ഏതെങ്കിലും ആവശ്യത്തിനൊക്കെ അതിന്റെ ഇടയിലൊക്കെ സമയം കണ്ടെത്തി ചെയ്യുന്നുണ്ട് കേട്ടോ. അത്ര നിന്നെ പറഞ്ഞ ഇപ്പൊ സംഭവം എന്താണ്? രാവിലെ എനിക്ക് ഞാൻ എക്സർസൈസ് കഴിഞ്ഞ് വരുന്ന സമയത്ത് എനിക്ക് പാല് കഴിച്ച് തരികയോ അല്ലെങ്കിൽ ചൂടുവെള്ളം തരികയോ അല്ലെങ്കിൽ തരുന്നുണ്ടായിരിക്കാം. അതാണ് എന്റെ പ്രശ്നം. എല്ലാം ഞാൻ അത് വേണ്ട, അത് ചെയ്യേണ്ട നീ ഇനി. ആ പിന്നെ രാവിലെ പ്ലേറ്റ് എടുത്തോണ്ട് വരാൻ തന്നെ കുറ്റം. നിങ്ങൾ പ്ലേറ്റ് എടുത്തോണ്ട് ഞാൻ ഇരുന്നോളാം ഇനി. പിന്നെ അല്ല അവനെന്ത് പറഞ്ഞ നീ എനിക്കൊന്നും തരണ്ട. തീർന്നല്ലേ നിന്റെ 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 ഇൻഫ്ലുവൻസറോ? നീ എന്തുവേണം ആയിക്കോ. നീ എന്തുവേണം ചെയ്തു? ഞാൻ ആവണോന്നല്ല പറഞ്ഞത്. പിന്നെ നീ ഇത്രയും പറഞ്ഞു കൂത്തി എനിക്കിപ്പോഴേ മനസ്സിലായി. ആ അതിനാണ് നീ ഇങ്ങനെ കറക്ക ചുറ്റി വന്നത്. എനിക്കിപ്പോ ഇൻഫ്ലുവൻസ് ആവണം. അല്ല, നമ്മുടെ മനസ്സിൽ ചില ആഗ്രഹങ്ങൾ തോന്നും. അപ്പൊ നമുക്ക് അതുപോലെ ആവണമെന്ന് തോന്നും. അപ്പൊ നമ്മൾ ഓരോരുത്തർ ഇങ്ങനെ കുത്തി പറയും. ഇപ്പൊ ഞാനിപ്പോ എന്താ വേണ്ട നിനക്കിപ്പോ? നീ ഞാൻ ഒരു കാര്യം പറയാം. നീ നാളെ മുതൽ എന്റെ ഒരു കാര്യം നോക്കണ്ട. അപ്പൊ പിന്നെ നിനക്ക് സൗകര്യം ഉണ്ടെങ്കിൽ കുട്ടികളുടെ കാര്യം നോക്കില്ല, നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യാം. അപ്പൊ ഞാൻ ഏട്ടന്റെ കാര്യം നോക്കിയില്ലെങ്കിൽ എന്റെ കാര്യം ഞാൻ നോക്കണം. എന്താ ഞാൻ നോക്കണം? ഓ അത്രക്കും നോക്കും. എനിക്ക് കാപ്പി ഉണ്ടാക്കണ്ട, എന്റെ ഡ്രസ്സ് നീ കഴുകണ്ട, തയ്ക്കണ്ട, ഒരു പുല്ലും ചെയ്യണ്ട. നീ ഒന്നും ചെയ്യണ്ട. ഞാൻ എന്റെ കാര്യം അല്ല, നല്ല ആണുങ്ങള് പിന്നെ ബാക്കിയുള്ളവർക്ക് നീ എന്തെങ്കിലുമൊക്കെ പറഞ്ഞത് ചുമ്മാ രാവിലെ ഇറങ്ങാൻ നേരത്തെ ഇത്തരത്തിലുള്ള ഓരോ വായ ഓരോ കാര്യങ്ങളൊക്കെ ഇറങ്ങിക്കോളും. ഇതെന്തൊരു പാട്. ഈ ഒരു ചെറിയ കാര്യത്തിന് ഇങ്ങനെ ചവിട്ടിത്തുള്ളി പോകേണ്ട കാര്യമുണ്ടോ ചേച്ചി? ഇത് ചെറിയ കാര്യമാ. പിന്നല്ലാതെ ഇത് ചെറിയ കാര്യമാ. അങ്ങനെ ആരെങ്കിലും പറയോ? നീ എന്തിനാ അങ്ങനെ പറയാൻ പോയേ? എങ്ങനെ പറയാൻ പോയി? നല്ല ആണുങ്ങളൊക്കെ അങ്ങനെയാന്ന് പറയണ എന്തിനാ? ഇത്ര തെറ്റെന്തുവാണ്? തെറ്റല്ലേ? എന്ത്? അവനെന്തോരം വിഷമായിട്ടുണ്ടാവും. അപ്പൊ എന്താ അതിനർത്ഥം ഏട്ടൻ മോശക്കാരനായെന്നാ? ഏട്ടൻ മോശമായിട്ടുള്ള ഒരാളാണെന്നാണോ? ബുദ്ധിയുള്ള ആൾക്കാർ അങ്ങനെയല്ലേ വിചാരിക്കുള്ളൂ. എന്റെ പൊന്നിയേച്ചി, അങ്ങനെ എന്തിനാ വിചാരിക്കുന്നത്? നമ്മൾ എത്ര പേര് ഞാൻ പറയട്ടെ, ഞാൻ അവളുടെ കാര്യം പറഞ്ഞു. അവള് എല്ലാ കാര്യങ്ങളും അയാളെ എല്ലാ കാര്യങ്ങളും കണ്ടറിഞ്ഞ് ചെയ്യും. അവളെ ഭയങ്കര സപ്പോർട്ടാണ്. നല്ല ആണുങ്ങൾ അങ്ങനെയാണ് എന്ന് പറഞ്ഞു. നമ്മളത് സംസാരിക്കുമ്പോ സംസാരിക്കത്തില്ലേ? ഞാൻ സംസാരിക്കും. ചേച്ചി എത്ര പ്രാവശ്യം ക്ലീറ്റോ ചേട്ടനോട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്? ഞാനോ? ആ ചേച്ചിയുടെ അടുത്തുനിന്നാണ് ഞാൻ ഇതൊക്കെ കണ്ടുപഠിച്ചത്. സത്യം ചേച്ചി, എന്റെ ദൈവമാണ് എന്റെ ദൈവം. ഞാൻ ആ മനുഷ്യനെ കാണുന്നത്. ദൈവം ഇരുന്ന് കേൾക്കണുണ്ടോ ചേച്ചി? ഇങ്ങനെയൊന്നും പറയരുത് കേട്ടാ. ദൈവം കേട്ടാലും ഒന്നും പറയാനില്ല. ഇടുത്തി വീഴും ചേച്ചിയുടെ തലയിൽ. ആ സത്യം, ഇങ്ങനെയൊക്കെ പറഞ്ഞത്. ഇതാ നിന്റെ നാവിന്റെ കുഴപ്പം. ഇതാ നിന്റെ നാവിന്റെ കുഴപ്പം. ചേച്ചിക്ക് അറിയാം, ഞാൻ എന്റെ ഏട്ടനോട് ഒന്നും പറയാത്ത ഒരാളായിരുന്നു. ഈ അപ്പുറത്ത് കിടന്നോണ്ട് ഇവിടെ ചേച്ചി ക്ലീറ്റോ ചേട്ടനോട് പറയുന്ന ഓരോ വാക്കുകൾ കേട്ട് 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 പഠിച്ചാണ് ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിക്കാനായത്. ദൈവമേ, ക്ലീറ്റോനെ വിളിച്ച ഇപ്പൊ കാര്യം അറിയാം. ആ മനുഷ്യനെ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ ഉണ്ടല്ലോ, അത് കഴിഞ്ഞ് ഞാൻ വന്നിട്ട് ആ മനുഷ്യനെ സ്നേഹം കൊണ്ട് മൂടും. എന്തിനാ ചേച്ചി വായി തോന്നുന്ന എല്ലാം വിളിച്ചു പറഞ്ഞിട്ട് സ്നേഹം കൊണ്ട് മൂടണത്? അതിനെന്താ ഉള്ളത്? നീ അല്ലെങ്കിൽ എന്ത് പറയണായിരുന്നു കനകനോട്? എന്ത് പറയണത്? ഏട്ടനെ പോലെ തന്നെ സ്നേഹമുള്ള ഒരുത്തനാണ് കേട്ടോ അവളുടെ സംസാരിക്കും. അങ്ങനെയൊക്കെ സംസാരിക്കുവോ? അങ്ങനെ സംസാരിക്കണം. അങ്ങനെ അർത്ഥവത്താണ് നമ്മുടെ ജീവിതം. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി? ഒരു 16 വർഷം ആയല്ലോ. ഇത്ര നാളായിട്ട് ഏട്ടനെ എന്നെ മനസ്സിലാക്കിയിട്ടില്ലേ? ഞാൻ എങ്ങനെയൊക്കെ സംസാരിക്കും, ഞാൻ എങ്ങനെയൊക്കെ പ്രവർത്തിക്കും, എനിക്ക് ഏട്ടനെ അറിയാലോ. അപ്പൊ ഏട്ടന് തിരിച്ച് എന്നെ അറിയാൻ പാടില്ലേ? ഇല്ല, ആർക്കും മനസ്സിലാവില്ല നിന്നെ. കാരണം ഇപ്പൊ നീ ചിരിച്ച കുറച്ച് കഴിയുമ്പോഴത്തേനും ബാന്ന് പറഞ്ഞ് നിപ്പുണ്ടാകും. എനിക്ക് വരെ എത്ര പ്രാവശ്യം നീ പറയണത് വിഷമായിട്ടുണ്ടെന്ന് അറിയാം. അത് ചേച്ചിയുടെ കയ്യിലിരിപ്പുണ്ട്. ഒന്നുമല്ല ഞാൻ ചിലപ്പോ മിണ്ടാതിരിക്കുമായിരിക്കും. നീ ഇങ്ങനെ കാണിച്ചിട്ട് പോകും. പക്ഷെ സത്യമില്ലേ, ഞാൻ ഒന്നും പറയാത്ത എന്താണെന്നറിയാമോ? നിനക്ക് ബോധമില്ലാന്ന് എനിക്കറിയാം. ഇപ്പൊ എന്നെ അങ്ങനെ ആക്കിയല്ലേ നിങ്ങൾ എല്ലാരും കൂടെ? നീ അവനോട് ചെന്നൊരു മാപ്പ് പറ. മാപ്പല്ല പറയാൻ പോണത്. കണ്ടാ ചേച്ചി, ഞാൻ മാപ്പ് പറയേണ്ട ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞാൻ നല്ല ഫുഡ് ഉണ്ടാക്കി കൊടുത്ത് ഞാൻ സന്തോഷത്തോടെ വിളമ്പി കൊടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ അങ്ങനെ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ ഇങ്ങോട്ടും ചോദിച്ചോളൂ, എനിക്ക് ഇവിടെ ഒന്നും വേണ്ട. നീ എങ്ങനെയാ പറഞ്ഞേ? ഒന്ന് പറഞ്ഞ എന്നോട്. ഞാൻ പറഞ്ഞു, അവള് ആ രേഷ്മയുടെ ഹസ്ബൻഡ് അവള് ഭയങ്കര പഠിച്ചോണ്ടിരിക്കുന്ന സമയത്തൊക്കെ ഭയങ്കര പാവമായിരുന്നു കേട്ടോ. ഇപ്പൊ ഭയങ്കര ഇൻഫ്ലുവൻസറായി സോഷ്യൽ മീഡിയയിലൊക്കെ നിറഞ്ഞിരിക്കുന്നു. അവളുടെ ഫുൾ സപ്പോർട്ടും ഹസ്ബൻഡ് എന്നാ പറയണം. അവൾ ഇങ്ങനെയൊക്കെ എല്ലാ കാര്യങ്ങളും ചെയ്യും. പിന്നെ ആ നല്ല ഭർത്താക്കന്മാരൊക്കെ അങ്ങനെയാണ്. ഇതുവരെ രേഷ്മയുടെ ഈ നല്ല ഭർത്താക്കന്മാരെന്ന് പറഞ്ഞില്ലേ, അവിടെ വരെ നിന്റെ എക്സ്പ്രഷൻ കറക്റ്റ് ആയിരുന്നു. ബാക്കി നീ എങ്ങനെയായിരിക്കുന്ന പറഞ്ഞിട്ടുണ്ടാവുക? നല്ല ഭർത്താക്കന്മാരൊക്കെ ഇങ്ങനെയാ. എന്റെ ആങ്ങള അല്ലാതെ പറയില്ല. ഞാൻ ആരോടും മാപ്പും പറയത്തില്ല, ഒന്നും പറയത്തില്ല. ഇവിടുത്തെ ചവിട്ടിത്തുള്ളി പോയിട്ടുണ്ട്. ഇനി നീ എനിക്ക് വേണ്ടി ഒന്നും ചെയ്യണ്ട. നിന്റെ കൈ കൊണ്ട് ഉണ്ടാക്കിയൊന്നും ഞാൻ തിന്നത്തില്ല. എന്റെ കാര്യത്തിൽ ഒന്നും ഇടപെടത്തില്ലെന്ന്. അങ്ങനെ മതി. ഇനിയേ ഏട്ടന്റെ കാര്യത്തിൽ ഞാനും ഇടപെടുന്നില്ല, എന്റെ കാര്യത്തിൽ ഏട്ടനും ഇടപെടണ്ട. പിന്നെ വൈകിട്ട് വന്നിട്ട് പറയും, ലുലു ചായ എടുക്ക്, കുളിക്കാൻ തോർത്തെടുക്ക്, എണ്ണ എടുക്ക്, സോപ്പ് എടുക്കുന്ന പറയും. ഒന്നും ഞാൻ എടുത്തു കൊടുക്കത്തില്ല. നീ ചെയ്യേണ്ട തങ്കമുണ്ട് ഇവിടെ. തങ്കം അയ്യോ, എല്ലാ ദിവസവും തങ്കം വന്ന്
ഇവക്ക് ഭ്രാന്താറ്റയാ. പാവം എൻ്റെ ആങ്ങള. അവന് നല്ല വിഷമായിട്ടുണ്ടാവും, അല്ലാതെ എൻ്റെ ചെറുക്കൻ അങ്ങനെ കാണിക്കൂല. താമസം എന്താ? എന്തോന്നാണ് തങ്കം ഈ കാണിക്കുന്നത് ഈ പിള്ളേർ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ എങ്ങനെ വേദം ഓതുന്നതൊക്കെ പറഞ്ഞാലും അവനെ മനസ്സിലാവത്തില്ല. ചില കാര്യങ്ങൾ എനിക്ക് അവനടുത്ത് പറയാൻ ഒക്കുമോ? ഇന്നലെ ആണെങ്കിൽ അവൻ വിളിച്ചിട്ടും ചെല്ലുന്നില്ല, ഉണ്ണുന്നതുമില്ല, ഉറങ്ങുന്നുമില്ല, അവളെ മുഖത്ത് നോക്കുന്നില്ല, മിണ്ടുന്നില്ല. സെറ്റിയിലാണ് പോയി കിടന്നുറങ്ങിയത്. ദൈവമേ എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബത്തിന് പറ്റിയ പരിപാടിയാണ് ഇത്. എങ്ങനെ ഈ 40-45 വയസ്സ് കഴിഞ്ഞവരടുത്ത് നിന്നിട്ട് പെണ്ണുപിള്ളേരടുത്ത് പോയി കിടയിടാന്ന് ഞാൻ എങ്ങനെ പറയും? ഇന്നലെ ആണെങ്കിൽ മൊത്തം എൻ്റെ അടുത്ത് വന്നിരുന്ന കരച്ചിലും പറച്ചിലും ആയിരുന്നു അവള്. മക്കളൊരു കാര്യം സത്യം പറയട്ടെ അമ്മേ, അവളോട് ഞാൻ പറഞ്ഞു അവനോട് പോയൊരു സോറി പറ, അവന് വിഷമായെങ്കിന്ന് പറഞ്ഞു. അവളെന്നെ കടിച്ചത് തിന്നില്ലാന്നേ ഉള്ളൂ. അപ്പം അവൾക്ക് അത്യാവശ്യമാണ് ഇച്ചിരി. പക്ഷെ ഇതിപ്പോൾ ഇങ്ങനെ നീണ്ടുപോയാൽ പിന്നെ അവര് ശരിയായിക്കോളുമായിരിക്കും. ശരി മക്കൾ, പിന്നെ നീ കനകനെ വിളിച്ചിട്ട് കാര്യമായിട്ട് പറഞ്ഞു. ആ പോത്തിനോട് ഞാൻ എന്ത് പറയാനാ? പറഞ്ഞ വല്ലതും ചെവിയിലോട്ട് കയറുമോ? ശരി
അവൻ കുറേ കാര്യങ്ങൾ മനസ്സിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതാണ് അവൻ്റെ ശരി. നമ്മുടെ ഇവിടെ അല്ലറ വഴക്കുകൾ കുടുംബത്തിലുണ്ടാവും, അത് സാധാരണയാണ്. അതൊക്കെ അങ്ങ് കളയണ്ടേ മക്കളെ. കഴിയാൻ വല്ലതും ഉണ്ടാ? ആ ഇവിടെ ഇരിക്കും, ഇവിടെ ഇരിക്കും. ഇതെല്ലാം അവിടെ ചെന്ന് ഇവിടെ ഇങ്ങോട്ട് വാ, ഇവിടെ ഇരി. കഴിക്കാൻ തരും. അവിടെ അവിടെ എന്താ എടുക്കുന്ന ആര്? പുട്ട. കറി ഉണ്ടാ? ഓ നിന്റെ ലില്ലിപ്പെണ്ണ ഉണ്ടാക്കണ അത്രയൊന്നും ഒക്കൂല. മതി 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 മതി. കാലത്ത് അവിടെ എന്തായിരുന്നു എടി? അവള് ചിലപ്പോഴേ വൈകിയായിരിക്കും എഴുന്നേറ്റ് ആയിട്ടുണ്ടാവില്ലായിരിക്കും. ഇവ അവിടെ നിന്ന് ഒരു വകയും കഴിക്കുന്നില്ല. എനിക്കത് ഭയങ്കര വിഷമമായിരിക്കും. ഒരു വഴക്കും വയ്യവലുണ്ട്, തീർത്ത് കളയണ്ടേ അതങ്ങ്. നമ്മുടെ കുടുംബത്തിന് പറ്റിയ പരിപാടിയാണ് ഇത്. എനിക്ക് ഭയങ്കര വിഷമമുണ്ട് കേട്ടോ. അതൊക്കെ അവനറിയാം. അതിപ്പോ അവൻ അതുകൊണ്ടല്ലാന്നേ, അവിടെ അവള് ഒന്നും ആയിട്ടില്ല, അതുകൊണ്ടല്ലേടാ. അല്ലേടാ? അവന് മിണ്ടാട്ടമില്ല അവിടെ. ഇത് തന്നെ കഴിക്കുമ്പോൾ സംസാരിക്കാൻ പാടില്ല നമ്മയല്ലേ പറയാറുള്ളത്. ഇടക്ക ചോദിക്കുന്നതിന് ഉത്തരം പറയടാ. കഴിക്കുന്ന നേരത്താണ് സംസാരിക്കുന്നത്. അല്ല അല്ല ഞാനിതിനെ നിന്നെ ഇത്ര പേടിക്കണത്. അതെ കനക, ദേ ഇങ്ങോട്ട് നോക്കിയേ, നീ ഇങ്ങോട്ട് നോക്കിയേ. ജീവിതം ആകുമ്പോ തല്ലും പിണക്കമൊക്കെ ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് കുടുംബത്തും കയറാതെ ആരോടും മിണ്ടാതെ ഒക്കെ ഇരുന്നിട്ടുണ്ടെങ്കിലുണ്ടല്ലോ വഴിമുട്ടി പോകും. അവസാനം കയ്യിൽ നിന്ന് പോയി കഴിയുമ്പോഴത്തേന് അയ്യാ എന്റെ ഭാര്യ പോയി പറഞ്ഞ് പുട്ട് മതി. നീ പറഞ്ഞു. അയ്യോ എന്റെ ഭാര്യ പോയിന്നും പറഞ്ഞ പിന്നെ കരഞ്ഞിട്ട് കാര്യമില്ല എന്നാ പറഞ്ഞേ. ദേ നിനക്ക് എന്താന്ന് നിനക്ക് എന്താ ഇപ്പൊ പ്രശ്നം? അത് അവള് വെറുതെ തമാശയായിട്ട് പറഞ്ഞൊരു കാര്യം നീ എന്തിനാ ഇത്ര സീരിയസ് ആക്കി എടുക്കുന്നത്? നീ മോശമാണെന്ന് അവൾ എവിടെയും ചെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ഒന്നും പറയാനില്ലേ നിനക്ക്? ഇത് നല്ല പാട്. രാത്രി വരുമ്പോ കഴിക്കാൻ എന്തെങ്കിലും കാണും ഇവിടെ. ഞാൻ എന്തിനാ നിനക്ക് വെച്ചുണ്ടാക്കി തന്നോണ്ടിരിക്കുന്നത്? ആ എനിക്കിത് തന്നെ പണി. അതിന് വേണ്ടിയിട്ടാണ് കല്യാണം കഴിപ്പിച്ചു തന്നത്. മര്യാദക്ക് അവിടെ പോയി ഭക്ഷണം കഴിച്ചോ. എനിക്ക് പറ്റില്ല നിനക്ക് വെച്ച് വിളമ്പാനൊന്നും. വേണ്ട. ആ പുറത്തിറങ്ങിയ ധാരാളം കടകളാ ഉള്ളത്. ആവശ്യപോലെ ഹോട്ടലുണ്ട്. ആ കയ്യിൽ ഇഷ്ടം പോലെ കാശുണ്ടല്ലോ. ആ അതുകൊണ്ട് നിനക്ക് അങ്ങനെ ഇറങ്ങി നടക്കാം. കണ്ടാ കണ്ടാ, ഇതാണ് സ്വഭാവം. അഹങ്കാരം, അഹങ്കാരം. ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ. പറയാൻ വാശി കൊള്ളത്തില്ല. അമ്മയ്ക്ക് കരഞ്ഞു കളിക്കാൻ മാത്രമാണ് അറിയാവുള്ളൂ. നല്ല വഴക്കങ്ങ് പറഞ്ഞല്ലോ. എന്തോന്ന് എനിക്ക് പറയണം, ഞാൻ എന്നെ കൊണ്ടുപോയി എൻ്റെ കണ്ടാ ഇതാണ്.
നല്ല പൊറോട്ട ഇറച്ചി. ഏട്ടന് വയ്ക്കാൻ വേണ്ടി വാങ്ങിച്ചായിരുന്നാ? അതുകൊണ്ടപ്പോൾ എനിക്ക് ഭയങ്കര കൊതിയായിപ്പോയി. ഞാൻ കഴിച്ച് തീർന്നു പോയി. ഇതെന്തൊരു 3 പൊറോട്ട വാങ്ങിച്ചത്? ഒരു 5 വാങ്ങിക്കണ്ടായിരുന്നു. ഇനിയിപ്പ അയ്യോ കറിയും തീർന്നല്ല. പഴം ഇരിപ്പുണ്ടായിരുന്നു, തീർന്നു. ഫ്രൂട്ട്സ് ഫ്രിഡ്ജിൽ ഇരിപ്പില്ലാന്ന് തോന്നുന്നു. വിശക്കുന്നുണ്ടോ ഏട്ടന്? വിശക്കുന്നുണ്ടാന്ന്? വിശക്കുന്നുണ്ടെങ്കിൽ ഞാൻ വെച്ച ഫുഡ് ഇവിടെ ഇരിപ്പുണ്ട്. അല്ലെങ്കിൽ പുറത്ത് പോയി ഒരെണ്ണം ഇതുപോലെ എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് പോവാം, എന്നിട്ട് കഴിക്കും. തീരെ പറ്റില്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കിയുണ്ട്. എടുക്കട്ടെ എന്ന് എൻ്റെ ഏട്ടാ ഇങ്ങോട്ട് വന്നേര് കാണാൻ. എന്തോ ഏട്ടാ ഇത്? ഞാൻ ഓരോ വിവരക്കേട് പറയുന്ന കേട്ടോണ്ട് ഏട്ടൻ ഇങ്ങനെ തുള്ളാൻ നിന്നാലോ? ഈ 2 ദിവസമായിട്ട് എന്നോട് എന്തൊക്കെയാ ഏട്ടൻ കാണിച്ചോണ്ടിരുന്നത്? ഞാൻ ഇതിലും വലുതൊക്കെ പറഞ്ഞിട്ടില്ലേ? അപ്പോഴൊന്നും ഏട്ടൻ എന്നോട് ഇങ്ങനെ കാണിച്ചിട്ടില്ലല്ലോ. ഞാൻ എന്തുമാത്രം വിഷമിച്ചെന്നറിയോ? നല്ല ആണുങ്ങളൊക്കെ അങ്ങനെയാന്ന് എൻ്റെ വായിൽ അറിയാതെ വന്നു പോയതായിട്ടാ. അയ്യേ, അയാളത്ര നല്ലതൊന്നുമല്ല. എൻ്റെ ഏട്ടനാണ് നല്ലത്. എൻ്റെ ഏട്ടൻ എന്നെ അടുക്കള കാര്യത്തിലൊന്നും സഹായിച്ചില്ലെങ്കിലും ബാക്കിയെല്ലാം സഹായം ചെയ്തു തരുന്നില്ലേ? അപ്പം ഇത് തീർന്നു, എന്ത് ചെയ്യും? ഞാനൊരു കാര്യം ചെയ്യട്ടെ. ഞാൻ വന്നിട്ട് പറയാണ്, എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന സുരേഷിൻ്റെയോ സായാദാസിൻ്റെയോ അല്ലെങ്കിൽ എൻ്റെ കൂടെ പഠിച്ച ഏതെങ്കിലും ഒരു കൂട്ടുകാരൻ്റെ ഭാര്യ നല്ല മിടുക്കി പെണ്ണാണ്. അവനെ ഒരു ജോലിയും ചെയ്യാൻ സമ്മതിക്കൂല. അവൻ്റെ മക്കളെക്കാളും സ്നേഹത്തോടെയാണ് അവനെ നോക്കുന്നത്. അവനെന്ന് പറഞ്ഞാൽ അവൾക്ക് ജീവനാണ് എന്നൊക്കെ ചുമ്മാ ഇങ്ങനെ അവളെങ്ങനെ പൊക്കി പറഞ്ഞുകൊണ്ടിരുന്ന എനിക്ക് ദേഷ്യം വരും. എനിക്കിഷ്ടമല്ല അങ്ങനെ പറയുന്നത്. അതുപോലെ തന്നെയാണല്ലേ ഏട്ടനും. അയ്യ, ഞാൻ വെറുതെ പറഞ്ഞ എനിക്ക് അയാളെ മര്യാദക്ക് അറിയത്തൂടെ ഇല്ല. സോറി, വിഷമം അറിയാം. ഇതിപ്പോ തീർന്ന് നല്ലപോലെ കൊണ്ടായിരുന്നല്ലേ ഞാൻ പറഞ്ഞത്. Aliens